ഹായ് ഓൾ, അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല മഴയും വെയിലൊക്കെ കലർന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വീട്ടമ്മയുടെ നമുക്കൊരു ലഞ്ച് കണ്ടാലോ. ഇവിടെ നല്ല അടിപൊളി കുത്തിരിച്ചോറ് കുക്കറിൽ ഒട്ടും തന്നെ ഒട്ടലില്ലാതെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ഇടാവുന്നതാണ് കേട്ടോ. ഇനി ഇവിടെ ലഞ്ചിന് വേണ്ടി ഒഴിച്ചുകറിയായിട്ട് എടുത്തിരിക്കുന്നത് ചുവന്ന പയറാണ് കേട്ടോ. അത് കുക്കറിൽ 2 വിസിലടിച്ചതിന് ശേഷം അടപ്പത്തൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് മുരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പോഴായിരിക്കും നമ്മുടെ പയറ് കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇവിടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും മുരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് മൊരിച്ചെടുക്കണം. ഇനി ഇതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. ഇത് മാത്രം മതി കേട്ടോ നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാൻ വേണ്ടി. ഇവിടെ ഒഴിച്ചു കറിക്കുള്ള പയറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ലഞ്ചിന് മീനോ ഇറച്ചിയൊന്നുമില്ലാത്ത സമയത്ത് നമുക്കിതുപോലെ മുട്ട പൊരിച്ച് നമുക്ക് ലഞ്ച് കഴിക്കാം കേട്ടോ. അപ്പോൾ അതിനായി ഇവിടെ ഞാനൊരു 3 മുട്ടയും കുറച്ച് സബോളയും കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി പാനിൽ വെച്ച് നമുക്കിതൊന്ന് ഓംലെറ്റായിട്ട് മാറ്റിയെടുക്കാം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ മുളക് പൊടി ഉപയോഗിച്ചത്, അല്ലെങ്കിൽ പച്ചമുളക് ഉപയോഗിച്ചാൽ മതിയാകും. ഇവിടെ ഓംപ്ലേറ്റും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചെറിയൊരു തക്കാളി ചമ്മന്തി നമുക്ക് റെഡിയാക്കാം. അതിനായി അടപ്പത്തൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് കടുകും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കടുക് ചേർക്കുന്നില്ല. ഇനി സബോള ഒന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായി തന്നെ ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 സബോളയ്ക്ക് ഒരു തക്കാളി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതും കൂടി നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ട് ഞാൻ ഒരു ചെറിയ ചുവന്ന മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിന് പകരം പച്ചമുളകായാലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്ത് വളരെയധികം സ്വാദിഷ്ടമായ തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.